ശിവഗംഗ കസ്റ്റഡി കൊലപാതക വാർത്തയിലേക്കാണ്. കസ്റ്റഡി ക്രൂരമർദ്ദനത്തിന്റെ നേർചിത്രങ്ങൾ പുറത്തുവന്ന ദിനമാണിന്ന്. അജിത് കുമാറിനെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വഴിയാത്രക്കാരൻ പകർത്തിയിരുന്നു. അതിൽ നിന്ന് പുറത്തു വന്നു. ഇതോടെ പോലീസിന്റെ വാദമെല്ലാം പൊളിയുകയാണ്. ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പോലീസുകാർ അറസ്റ്റിലായി. $9.5 പവൻ സ്വർണം മോഷണം പോയെന്ന പരാതി. കേസിൽ FIR ഇടും മുൻപ് തെളിവിൻ്റെ ഒരു കണികയെങ്കിലും കണ്ടെത്തുന്നതിന് മുൻപ് എന്തിനായിരുന്നു കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം? മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഇന്ന് പോലീസിനോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ കേസിൻ്റെ ദുരൂഹതകളുടെ കെട്ടും ഇവിടെ തന്നെയാണ് തുടങ്ങുന്നത്. വഴിപോക്കനായ ഒരു യുവാവ് പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും എത്രമാത്രം ക്രൂരമായാണ് തെളിയിക്കപ്പെടാത്ത ഒരു കേസിൽ കുറ്റാരോപിതനെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതെന്ന്. കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ 1.5 മണിക്കൂർ പോലീസ് വാനിലും പുറത്തുമൊക്കെ അജിത് കുമാർ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനം. അജിത് കുമാറിന്റെ ശരീരത്തിൽ തല്ലുകൊള്ളാത്ത ഒരിടം പോലും ബാക്കിയില്ല. 30-ലധികം വലിയ മുറിവുകളാണ് ശരീരത്തിലുള്ളത്. ശരീരമാകെ നീലിച്ച പാടുകൾ. കണ്ണിലും സ്വകാര്യ ഭാഗത്തുമടക്കം മുളകുപൊടി വിതറിയായിരുന്നു പോലീസിന്റെ 3-ാം മുറ. കൊട്ടേഷൻ സംഘങ്ങൾ പോലും ചെയ്യാത്ത കൊടും ക്രൂരത എന്നാണ് ദൃശ്യങ്ങൾ കണ്ട ഹൈക്കോടതി പറഞ്ഞത്. അജിത് കുമാർ കുഴഞ്ഞു വീണു മരിച്ചുവെന്നായിരുന്നു പോലീസിന്റെ ആദ്യ വിശദീകരണം. സംഭവം വലിയ പ്രശ്നമാകുന്നുവെന്ന് കണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തി. മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ CCTVയുടെ DVR ആദ്യമേ തട്ടിയെടുത്തു. ക്ഷേത്ര ഭാരവാഹി തന്നെ കോടതിയിൽ ഇത് വ്യക്തമാക്കിയതോടെ പോലീസ് നാണം കെട്ടു. പിടിച്ചെടുത്ത സാധനങ്ങളുടെ പട്ടികയിൽ ഈ DVR ഇല്ല. അതിരൂക്ഷ വിമർശനങ്ങൾ ഓരോന്നും പോലീസിന് തലകുനിച്ച് കേൾക്കേണ്ടി വന്നു. പല പ്രമാദമായ കേസുകളിലും ഒച്ചിഴയുന്ന വേഗത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് എന്തുകൊണ്ടായിരിക്കും ഈ 9.5 പവൻ സ്വർണം കവർന്ന കേസിൽ മിന്നൽ വേഗതയിൽ കാര്യങ്ങൾ നീക്കിയത്? പോലീസിന് ഈ കേസിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്നോ? എല്ലാത്തിനും ഉത്തരം കണ്ടെത്തിയേ തീരൂ. എന്തായാലും അജിത് കുമാറിനെ മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട 5 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മധുരൈ സെൻട്രൽ ജയിലിലാണ്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.